അടുത്തത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരവും ഇന്ന് വൈകിട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒരു ഫണ്ട് പോലും ഉപയോഗിക്കില്ല എന്ന് ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞതൊക്കെ അപ്പാടെ തെറ്റിച്ചിരിക്കുകയാണ്. കാരണം അയ്യപ്പ സംഗമത്തിന്റെ ചെലവുകൾക്കായി ഇവന്റ് കമ്പനിക്ക് ദേവസ്വം കമ്മീഷണർ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ അനുവദിച്ചു എന്നതിന്റെ ഉത്തരവ്, അതിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ദേവസ്വം സെക്രട്ടറിയുടെ കത്ത് പ്രകാരമാണ് ഈ പണം പോലും അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇതിലൂടെ തന്നെ ഒരു കോടതിയെ ലക്ഷ്യം കൂടിയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ പണം ദൂർത്തടിക്കാനോ അല്ലെങ്കിൽ ബോർഡിൻ്റെ പണം എടുത്ത് ചെലവഴിക്കാനോ അല്ല. സ്പോൺസർമാർ തന്നെ ഈ കാര്യത്തിൽ മുന്നോട്ട് വന്ന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സുതാര്യമാണ് ആഗോള അയ്യപ്പ സംഗമം. ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കിട്ടാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ പണം ഉപയോഗിക്കുന്നില്ലെന്ന് ദേവസ്വം മന്ത്രി വാക്കാലി പറഞ്ഞത് മാത്രമല്ല, ചെലവ് സ്പോൺസർമാർ വഹിക്കുമെന്ന് ഹൈക്കോടതിയിൽ ഉറപ്പും നൽകിയതാണ്. പക്ഷേ ചെയ്തതോ ദേവസ്വം പണം എടുത്ത് ഇവന്റ് കമ്പനിക്ക് കൊടുത്തു. അതിന്റെ തെളിവാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ദേവസ്വം കമ്മീഷണർ ബി സുനിൽകുമാറിന്റെ സെപ്റ്റംബർ 15 ഈ ഉത്തരവ്. അയ്യപ്പ സംഗമം നടത്തിപ്പേൽപ്പിച്ച ഊരാളുങ്കലിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്ക് 3 കോടി രൂപയാണ് ദേവസ്വം പണം നൽകിയത്. ഭക്തർ ദേവസ്വം ക്ഷേത്രങ്ങൾക്ക് നൽകുന്നതിലൂടെ അടക്കം ദേവസ്വം ബോർഡിനുണ്ടാകുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗമാണ് ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നത്. ഈ ദേവസ്വം പണം എടുത്താണ് ഇവന്റ് മാനേജ്മെന്റ് നടത്തിപ്പിനായി കൊടുത്തത്. അതായത് ഹൈക്കോടതിയെ പറ്റിച്ചു. ദേവസ്വം ബോർഡിൻ്റെത് കോടതി അലക്ഷ്യ പ്രവൃത്തിയാണ്. 1091 എന്ന നമ്പറിൽ അവസാനിക്കുന്ന ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ട് ആസ്തി വികസനം പോലുള്ള പ്രവൃത്തികൾക്ക് മാത്രമേ വിനിയോഗിക്കാവൂ. മുൻപ് കോവിഡ് കാലത്തൊക്കെ ഈ അക്കൗണ്ടിൽ നിന്ന് പണമെടുത്ത് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയാണ് ചെലവഴിച്ചത്. ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ കത്ത് അടിസ്ഥാനമാക്കിയാണ് ദേവസ്വം കമ്മീഷണർ ഫണ്ടിലെ പണമെടുത്ത് ആഗോള അയ്യപ്പ സംഗമത്തിനായി നൽകിയത്. ഉത്തരവിലൂടെ ഒരു കാര്യം കൂടി പുറത്തു വന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവായി ഇവന്റ് നടത്തിയ IICയുമായി ഉണ്ടാക്കിയ ധാരണാപത്രപ്രകാരം ചെലവ് 8,22,42,147 രൂപയാണ്. 4,500 പ്രതിനിധികൾക്കായി 3 പന്തലുകൾ, ഏതാനും പ്രതിനിധികൾക്ക് താമസം, ഭക്ഷണം, പരസ്യം എന്നിവയടക്കം ഇത്രയും തുക വേണ്ടിവരുമോ എന്നത് മറ്റൊരു ചോദ്യം. ഈ തുകയുടെ പകുതിയായ 4,11,21,073 രൂപ ഉടൻ അനുവദിക്കണമെന്നാണ് കമ്പനി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടത്. അത് പരിഗണിച്ചാണ് 3 കോടി രൂപ അനുവദിച്ചത്. ദേവസ്വം ഫണ്ട് എടുത്ത് ചെലവഴിച്ചിട്ട് സ്പോൺസറുടെ പണമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിന് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് നേതൃത്വം ഉത്തരം പറയേണ്ടി വരും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.